ദൈവത്തിന്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ചു പണിതു വരുന്നു. Praise the Lord. This is why God has separated you. ഇതിനു വേണ്ടിയാണ് ദൈവം നിങ്ങളെ വേർതിരിച്ചത്. In whom you are also builded together into a holy habitation for God to dwell in. Praise God. അവന് നിങ്ങളെയും ദൈവത്തിന് നിവാസമാവേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് പണിതു. Today many people are looking for their dwelling place. ഇന്ന് അനേക വിശ്വാസികളും അവരുടെ വാസസ്ഥലത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുക. But in the scripture we read about a God who is looking for his dwelling place. എന്നാൽ വിശുദ്ധ തിരുവചനം വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തനിക്ക് വസിക്കാൻ വേണ്ടി ഒരു നിവാസത്തെ അന്വേഷിക്കുന്ന ഒരു ദൈവത്തെയാണ് കാണാൻ കഴിയുന്നത്. And David was a sensitive man. ദാവീദ് അതുകൊണ്ട് വളരെയധികം ജാഗ്രതയുള്ള ഒരു മനുഷ്യനായിരുന്നു. One day as he was sitting down, ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ ഇരുന്നപ്പോൾ he said, Lord, I am in a big palace. I was a shepherd boy, but you are living in a tent. ആട്ടിടയനായിരുന്നു ഞാൻ രാജാവാകുകയും കർത്താവേ ഞാൻ വലിയൊരു കൊട്ടാരത്തിലാണ് വസിക്കുന്നത്. പക്ഷെ നിനക്കൊരു കൂടാരം പോലും ഇല്ലാതെ നീ വെളിപ്രദേശത്താണല്ലോ ഇരിക്കുന്നത്. Yeah, today there are very few people who realize that our God is looking for a dwelling place. ഇന്ന് ദൈവം ഒരു വിശുദ്ധ നിവാസം തന്നെ ജനത്തിന് നടുവിൽ ഉണ്ടാകാൻ ആഗ്രഹിക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ടുള്ള വിശ്വാസികൾ വളരെ വളരെ കുറവാണ്. And there are few preachers who can ever preach this truth today. ഈ സത്യം പ്രസംഗിക്കുന്നതായ പ്രാസംഗികരും വളരെ കുറവായി പോയിരിക്കുകയാണ്. Because many of them have not seen this vision, have not had this mystery revealed to them. അനേക ആൾക്കാർക്ക് ഈ വെളിപ്പാട് ഉണ്ടാവുകയോ ഈ രഹസ്യം അവർക്ക് വെളിപ്പെട്ട് കിട്ടുകയോ ചെയ്തിട്ടില്ല. But beloved, we need to know that the Lord has called us, separated us, not to be another group, have a board outside and say that we are better than others, but God has separated you and me that we may be fitly framed together, builded together into a holy habitation for God to dwell in. പ്രിയമുള്ളവരെ, ദൈവമായ കർത്താവ് നമ്മളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് നാം ഒരു മെച്ചമായ കൂട്ടമാകാൻ വേണ്ടിയല്ല, അല്ലെങ്കിൽ ഒരു പുതിയ ബോർഡ് നമ്മൾ വെളിയിൽ വെച്ചിട്ട് ആശ്വസിക്കാൻ വേണ്ടിയുമല്ല. പിന്നെയോ ദൈവം നമ്മളെ ഒരുമിച്ചാക്കിയിരിക്കുന്നത് നാം ഒന്നായി ചേർന്ന് ഒന്നോടൊന്ന് പണിയപ്പെട്ട് ദൈവത്തിന്റെ വിശുദ്ധ തിരുനിവാസമാകുവാൻ വേണ്ടിയാണ്. Who is going to dwell? ആരാണ് വസിക്കാൻ പോകുന്നത്? God is going to dwell. Hallelujah. ദൈവമാണ് വസിക്കാൻ പോകുന്നത്. God is looking for a dwelling place. ദൈവം ഒരു വാസസ്ഥലത്തിന് വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. That is what the apostle Paul is sharing with the Ephesus church. എഫെസോസ് സഭയോട് പൗലോസ് പറയുന്ന വിഷയം അതുതന്നെയാണ്. And he says, because I preach that you Gentile and you Jews should be built together into one, I am what? I am a prisoner in the hands of the Jews. ജാതീയനായ നീ യഹൂദനായ നീ കൂടെ ഒന്ന് ചേർന്ന് ദൈവത്തിന് വേണ്ടി ഒരു നിവാസമാകണം എന്ന് പ്രസംഗിക്കുന്ന നിമിത്തം പൗലോസായ ഞാൻ ബന്ധനസ്ഥനായിരിക്കുന്നതാണ് പൗലോസ് പറയുന്നത്. പ്രസംഗിക്കുന്നത് നിമിത്തം ഞാൻ ബന്ധനസ്ഥനാണ്. You see that? Today we see that many people do not have a revelation, they have no vision of this church. ഈ സഭ എന്ന വിഷയത്തെക്കുറിച്ച് പല ആൾക്കാർക്കും ദർശനമോ വെളിപ്പാടോ ഇല്ല. Now turn with me to Ephesians chapter 3. മൂന്നാമത്തെ എഫേസ്യ ലേഖനം 2, 3, 4. 2, 3, 4 വാക്യങ്ങൾ. 2, 3, 4. നിങ്ങൾക്കായി എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെക്കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്കൊരു മർമ്മം അറിയായി വന്നു എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. നിങ്ങൾ അത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവന്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിയായി വന്നിരുന്നില്ല. Now here we see in verse 3 in the King James it says, how that by revelation he made known unto me mystery as I wrote afore in few words. മൂന്നാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് എനിക്ക് ലഭിച്ച ദൈവകൃപയുടെ വ്യവസ്ഥയെ കുറിച്ച് ഞാൻ മീതെ ചുരുക്കത്തിൽ എഴുതിയതുപോലെ വെളിപ്പാടിനാൽ എനിക്ക് മർമ്മം അറിയായി വന്നു. ഞാൻ മീതെ എഴുതിയിരിക്കുന്ന chapter 2, right? He says, as which I have already mentioned in chapter 2, this mystery was revealed to me, but this was hidden in the ages past. മോണിൽ 2-ാം അധ്യായത്തിൽ എഴുതിയതുപോലെ എനിക്ക് ഒരു മർമ്മം അറിയായി വന്നു, എങ്കിലും ഇത് ലോക സ്ഥാപനം മുമ്പ് അല്ലെങ്കിൽ പൂർവ്വകാലങ്ങളിൽ അത് മറഞ്ഞിരിക്കുകയായിരുന്നു, വെളിവായി വന്നിരുന്നില്ല. Verse 5, read again. 5-ാമത്തെ വാക്യം, ആ മർമ്മം ഇപ്പോൾ അവരെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിനാൽ വെളിപ്പെടുന്നതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്ക് അറിവായി വന്നിരുന്നില്ല. Yeah, so it says, but
verse 5 says, which in other ages was not made known unto the sons of men, as it is now revealed unto his holy apostles and prophets. We see that this was hidden in the ages past. In the Old Testament times, these things were hidden to men. But now, in the times of the New Covenant, this is made known unto his apostles and prophets. പഴയ നിയമകാലത്ത് ഇത് വിശുദ്ധന്മാർക്ക് മറച്ചു വെക്കുകയും പുതിയ നിയമ അപ്പോസ്തലന്മാരുടെ കാലത്ത് ദൈവം ഇത് അപ്പോസ്തലനായ പൗലോസിനെ പോലുള്ളവർക്ക് വെളിപ്പെടുത്തി കൊടുക്കുകയും ചെയ്തു. Verse 6. ആറാമത്തെ വാക്യം. അതോ ജാതികൾ സുശേഷത്താൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ശരീരവും ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളത് തന്നെ. Verse 6. That the Gentiles, he says, now this mystery which was hidden in the Old Testament days, this mystery is now being revealed to the apostles and prophets. And he says that, and relating to that mystery, he says that the Gentiles should be fellow heirs and of the same body, and partakers of his promise in Christ by the gospel. പൂർവ്വകാലങ്ങളിൽ വെളിപ്പെടാതിരുന്നതായുള്ള ഒരു വസ്തുത പുതിയ നിയമ വിശുദ്ധന്മാർക്കും അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ടു. അത് എന്താണെന്ന് ചോദിച്ചാൽ ക്രിസ്തുവിൽ ജാതികൾ സുവിശേഷത ക്രിസ്തുയേശുവിൽ ഏക ശരീരസ്ഥരും വാഗ്ദത്തത്തിൽ പങ്കാളികളും ആകണം എന്നുള്ളതാണ്. So we say that, two people becoming one body is a New Testament reality, but this was hidden in the Old Testament time. രണ്ടുപേർ ഐകമത്യപ്പെടുക എന്നുള്ളത് പുതിയ നിയമ സഭയിലെ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഇത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം മറച്ചു വെച്ചിരിക്കുകയായിരുന്നു. And we read here like this, verse 8. ഏഴ് വാക്യങ്ങൾ ആ സുവിശേഷത്തിന് ഞാൻ അവന്റെ ശക്തിയുടെ വ്യാപാര പ്രകാരം എനിക്ക് ലഭിച്ച ദൈവത്തിന്റെ കൃപാദാനത്താൽ ശുശ്രൂഷക്കാരനായി തീർന്നു. സകല വിശുദ്ധന്മാരും ഏറ്റവും ചെറിയവരായ എനിക്ക് ജാതികളോട് ക്രിസ്തുവിന്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിപ്പാനും സകലവും സൃഷ്ടിച്ച ദൈവത്തിൽ അനാദികാലം മുതൽ മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. വ്യവസ്ഥ ഇന്നത് എന്ന് അറിയിപ്പാനുള്ള. Let us read again verse 9. To make all men see what is the fellowship of the mystery. മറഞ്ഞു കിടന്ന മർമ്മത്തിന്റെ വ്യവസ്ഥ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാൻ ഈ കൃപ നൽകിയിരിക്കുന്നതാണ്. In the King James it reads like this. ഇങ്ങനെ പറയുന്നു. And to make all men see what is the fellowship of the mystery. മർമ്മത്തിലുള്ള നമ്മുടെ കൂട്ടായ്മ എന്താകണം എന്നുള്ളത് കൂട്ടായ്മ, മർമ്മത്തിന്റെ കൂട്ടായ്മ ഇവിടെ മഹത്വം ഇന്നതെന്ന്. ഈ മർമ്മത്തിന്റെ കൂട്ടായ്മ ഇന്ന് കേൾക്കാനില്ല. ബാക്കി എല്ലാ കൂട്ടായ്മയുണ്ടെന്ന്. ട്രൈബൽ കൂട്ടായ്മയുണ്ട്, ഫിഷർമെൻ കൂട്ടായ്മയുണ്ട്, എഞ്ചിനീയേഴ്സ് കൂട്ടായ്മയുണ്ട്, ഡോക്ടേഴ്സ് കൂട്ടായ്മയുണ്ട്. എന്നാൽ മർമ്മത്തിന്റെ കൂട്ടായ്മ ഇന്ന് കുറവാണ്. The fellowship of the mystery. മർമ്മത്തിന്റെ കൂട്ടായ്മ. We see here that what is the fellowship of the mystery? മർമ്മത്തിന്റെ കൂട്ടായ്മ ഇന്നതെന്ന് എല്ലാവർക്കും പ്രകാശിപ്പിക്കാനുമായി ഈ കൃപ നൽകിയിരിക്കുന്നു. Praise the Lord. Now we need to know that you and I have been called to show to the people outside the fellowship of the mystery. എന്നെയും നിങ്ങളെയും കർത്താവ് വിളിച്ചിരിക്കുന്നത് വെളിയുള്ള ജനത്തോട് മർമ്മത്തിന്റെ കൂട്ടായ്മ എന്താണെന്ന് വെളിപ്പെടുത്താൻ വേണ്ടിയാണ്. Now for example, we see that in the days of Apostle Paul, അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത്, the Jews, they were saved also by grace. കൃപയാൽ അവർ രക്ഷിക്കപ്പെടുകയുണ്ടായി അപ്പോസ്തലനായ പൗലോസിന്റെ കാലത്ത്. But somehow they found it hard to be one with the Gentiles. എന്തുകൊണ്ട് ജാതികളുമായിട്ട് ഒന്നായി തീരുന്ന കാര്യത്തിൽ അവർക്ക് അല്പം വിഷമമാണ്. They said, well, we are still a special people. അവർ പറയാൻ തുടങ്ങി, ഇപ്പോഴും ഞങ്ങൾ ഒരു പ്രത്യേക ജനം തന്നെയാണ്. But therefore Paul had to write to the Ephesians. അതുകൊണ്ട് എഫേസ്യ സഭയോട് പൗലോസ് എഴുതേണ്ടതായിട്ട് വന്നു. He says, brothers, സഹോദരന്മാരെ, don't think that you are Jewish Christian fellowship. നിങ്ങളുടെ യഹൂദ ക്രിസ്തീയ കൂട്ടായ്മ എന്ന് പറഞ്ഞ് ബോർഡ് വയ്ക്കാനുള്ളവരല്ല നിങ്ങൾ. Just as we have Malayali Christian fellowship. മലയാളി ക്രിസ്ത്യൻ ഫെലോഷിപ്പ് എന്നും പറഞ്ഞ് ബോർഡ് വെക്കുന്നത് പോലെ. That is not a body. അതൊരു ശരീരമേ അല്ല. That is not a body. അതൊരു ശരീരമേ അല്ല. Because the Bible says കാരണം വേദപുസ്തകം പറയുന്നത് that the two has to be made one.
രണ്ടും ഒന്നായി തീരണമെന്നാണ് പറയുന്നത്. Yeah, and the scripture says, വേദപുസ്തകം പറയുന്നത് this is that which is upon the heart of God from the foundation of the world. ലോകസ്ഥാപനത്തിന് മുമ്പ് മുതൽ ദൈവത്തിന്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്ന ഒരു താല്പര്യം ഇതാണ്. In the Old Testament, this was not possible. പഴയ നിയമ കാലത്ത് ഇതൊന്നും It സാധ്യമല്ലായിരുന്നു. was hidden to the people. അതുകൊണ്ട് ജനത്തിന് അത് മറച്ചു വെച്ചു. But that is now revealed unto us. എന്നാൽ ഇന്ന് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത് Why? എന്തുകൊണ്ടാണെന്ന് God അറിയാമോ? has given unto us grace to live that way. ഇതനുസരിച്ച് ജീവിക്കുവാനുള്ള കൃപ ദൈവം തരുന്നത് In കൊണ്ടാണ്. the Old Testament, there was no grace to live that way. ആ വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ പഴയ നിയമകാലത്ത് ലഭിച്ചിരുന്നില്ല. That is why the Apostle Paul says, അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, now in the Old Testament you had a privilege, പഴയ നിയമകാലത്ത് നിങ്ങൾക്ക് ഒരു പദവി but in ഉണ്ടായിരുന്നു. the New Covenant, എന്നാൽ പുതിയ it is നിയമകാലത്ത് not that you are special and others are not in par with you. യഹൂദന്മാരായ നിങ്ങൾ അല്പം പ്രാധാന്യമുള്ളവരും മറ്റുള്ളവരെ വില കുറഞ്ഞവരുമാണെന്നുള്ള അവസ്ഥ He വരുന്നില്ല. says it is not so. അങ്ങനെയല്ല പുതിയ നിയമകാലത്ത്. He says Jew and the Gentile is one new man in Christ Jesus. പൗലോസ് പറയുകയാണ്, യഹൂദനും ജാതിയനും ഒന്ന് ചേർന്ന് ക്രിസ്തുവിൽ ഒരു പുതിയ മനുഷ്യരായി തീരുകയാണ്. നിങ്ങൾ രണ്ടുപേരും ചേർന്നിട്ടാണ് കർത്താവിന്റെ ആലയം പണിയുന്നത്. Praise the Lord. രണ്ടുപേരുടെ ചേർന്നാണ് ദൈവത്തിന്റെ ആലയം പണിയുന്നത്. Yeah, you both have to become one. നിങ്ങൾ രണ്ടും ഒന്നായി തീരണം. It's not that you will hold on to your identity and I will hold on to my identity and live for the Lord. Not ഞാൻ that. എന്റേതായില്ല ഐഡന്റിറ്റി പിടിച്ചു നിൽക്കുകയല്ല, എന്റെ സഹോദരൻ അങ്ങനെ നിൽക്കുകയുമല്ല. പിന്നെ ഇതെല്ലാം വിട്ട് ഞങ്ങൾ രണ്ടും കൂടെ ഒന്നായി തീരുക എന്നുള്ളതാണ്. Now Paul says, പൗലോസ് പറയുകയാണ്, this was hidden in the ages past. പൂർവ്വകാലങ്ങളിൽ ഇത് മറഞ്ഞു കിടന്നു എന്നാണ് But പറയുന്നത്. now this is made known unto us through his holy apostles and prophets. എന്നാൽ ഈ കാലങ്ങളിൽ തന്റെ വിശുദ്ധ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും മുഖേന ദൈവം നമുക്കത് വെളിപ്പെടുത്തി തന്നിരിക്കുകയാണ്. And he says that you Gentiles should be together partakers of God's inheritance. ജാതികൾ പിന്നെ വായിക്കുന്നത് ഇവിടെ വായിക്കുന്നത് എങ്ങനെയാണ്? ആറാമത്തെ വാക്യത്തിൽ ജാതികൾ സുവിശേഷത്തിൽ ക്രിസ്തുയേശുവിൽ കൂട്ടവകാശികളും ഏക ശരീരത്തിലും ശരീരസ്ഥരും വാദ്യത്തിൽ പങ്കാളികളുമാകണമെന്നുള്ളത്. So we see that these two will have to become one in order to be a house for God to dwell in. ദൈവത്തിന് ഒരു ആലയമായി മാറ്റപ്പെടണമെങ്കിൽ Yeah. ഈ രണ്ടു കൂട്ടരും കൂടെ ഒന്നായി തീരണം, ജാതിയന്മാരും യഹൂദന്മാരും. Both will have to be made one in Christ Jesus. ക്രിസ്തുയേശുവിൽ രണ്ടു കൂട്ടരും ഒന്നായി And തീരണം. then Paul says, പൗലോസ് വീണ്ടും പറയുകയാണ്, he says that this is the mystery. ഇതൊരു മർമ്മമാണ്. And he says this fellowship of the mystery may be made known to other people. ഈ മർമ്മത്തിന്റെ കൂട്ടായ്മ ലോകത്തുള്ള മറ്റുള്ള ആൾക്കാരും അറിയപ്പെടണമെന്നാണ് പറയുന്നത്. ഇന്ന് എന്നാ അറിയപ്പെടുന്നത്? ഇന്ന് ബ്രദർ രാജു പറഞ്ഞ പോലെ അടിയ അറിയപ്പെടുന്നത്, ആ കൂട്ടായ്മ അറിയപ്പെടുന്നത് അല്ലേ? അന്യോന്യം കമ്മറ്റിയും ഷമ്മറ്റിയും അടിയും പിടിയും ഈ ഫെലോഷിപ്പ് എല്ലാവർക്കും അറിയാം. എന്നാൽ മർമ്മത്തിന്റെ കൂട്ടായ്മ ആർക്കും അറിഞ്ഞുകൂടാ. But we need to know that we have been called out by God, that the fellowship of the mystery may be made known to all people. നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് മർമ്മത്തിന്റെ കൂട്ടായ്മ മറ്റുള്ളവർക്ക് പ്രകാശിപ്പിക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കണം. And you know the apostle Paul says therefore that we both will have to be made one in Christ Jesus. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, നാം എല്ലാവരും ചേർന്ന് ക്രിസ്തുവിൽ ഒരേ പുതു മനുഷ്യരായി തീരണം. One man, ഒരൊറ്റ മനുഷ്യൻ. that is God's desire. അതാണ് കർത്താവിന്റെ ആഗ്രഹം. You know, we are not to remain as different individuals. നാം ഇങ്ങനെ ഓരോ വ്യക്തികളായിട്ട് നിൽക്കുന്നവരായിട്ടല്ല. But in the new covenant it is always 2 or 3. You see that? 2 or 3 are gathered in my name, in that unity, in that oneness. വേദപുസ്തകം പറയുന്നത് രണ്ടോ മൂന്നോ പേർ ആ ഐക്യതയിൽ ആ ഏക മനസ്സിൽ കൂടുകയാണെങ്കിൽ There am I in the midst of them. അവരുടെ മധ്യേ ഞാൻ ഉണ്ടാകുന്നതാണ്. The Lord Jesus Christ in his high priestly prayer in John chapter 17, യേശുക്രിസ്തുവിന്റെ മഹാപൗരോഹിത്യ പ്രാർത്ഥനയിൽ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ he says, യേശുക്രിസ്തു പറയാണ്, you know, by your being one, people will believe that the Father has sent me into this world. നിങ്ങൾ അന്യോന്യം സ്നേഹിച്ച് ഒന്നാകുന്നത് കാണുമ്പോൾ ലോകം അറിയും പിതാവ് എന്നെ അയച്ചതാണ്. Yeah, so we see God's desire is that we be a people who love one another and are built into that one body in Christ. അതുകൊണ്ട് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അന്യോന്യം സ്നേഹിക്കുന്നവരും ക്രിസ്തു യേശുവിൽ ഒരൊറ്റ പുതു മനുഷ്യരായി തീരുന്നവരും ആകണമെന്നുള്ളതാണ്. So let us look at it more practically now. ഈ കുറച്ചുകൂടെ പ്രായോഗികമാകുന്നത് നമുക്ക് നോക്കാം. You know that God has brought you in
നിങ്ങൾക്കറിയാമോ, കർത്താവാണ് നിങ്ങളെ കൊണ്ടുവന്നത് ഇങ്ങോട്ട്. The Lord has brought me in. എന്നെയും ദൈവമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. God has brought somebody else. മറ്റുള്ളവരെയും ദൈവമാണ് കൊണ്ടുവന്നിരിക്കുന്നത്. Now we all have some walls around us. പക്ഷെ ഒരു കാര്യമുണ്ട്, നമുക്കൊക്കെ നമ്മുടേതായുള്ള മതിലുകൾ നമ്മുടെ ചുറ്റിലുണ്ട്. You know, if you go to some fellowship, ചില കൂട്ടായ്മകൾ നിങ്ങൾ പോവുകയാണെങ്കിൽ they come with the 4 walls around them and they go back also with 4 walls. ഈ 4 മതിലോടുകൂടിയാണ് പലരും കൂട്ടായ്മ വരുന്നത്. ഈ 4 മതിലോടുകൂടി അവർ തിരിച്ചു പോവുകയും ചെയ്യും. Touch me not. തൊട്ടരുത് എന്ന് പറയാൻ വരുന്നത്. Tota vaadi po. Touch me not. And now that is not a fellowship of the mystery. അതല്ല മർമ്മത്തിന്റെ കൂട്ടായ്മ എന്ന് പറയുന്നത്. The Lord wants to break down every wall of differences. Amen. എല്ലാ വേർപാടിന്റെ നടുച്ചുവരും ദൈവം ഇടിച്ചു കളയാൻ ആഗ്രഹിക്കുകയാണ്. Every wall of differences will have to be brought down in order to make us and build us into that one sanctuary for God. ദൈവത്തിന് വേണ്ടി ഒരു വിശുദ്ധ ദൈവനിവാസമാകണമെങ്കിൽ ഈ വിധത്തിലുള്ള എല്ലാ വേർപാടിന്റെ മതിലുകളും ഇടിച്ച് തകർത്ത് കളയേണ്ടതായിരുന്നു. Every wall has to be brought down. എല്ലാ മതിലുകളും ഇടി തകർക്കേണ്ടതായിട്ടുണ്ട്. You know, today there are many people who pray. ചില ആൾക്കാർ, അനേക ആൾക്കാർ ഇങ്ങനെ പ്രാർത്ഥിക്കാറുണ്ടെന്ന്. You know, ഇടിച്ചു മരണ എല്ലാം വെട്ടിക്കളഞ്ഞു. നടുച്ചോറൊക്കെ ഇടിച്ചു കളഞ്ഞിരിക്കുന്ന കർത്താവേ ഞങ്ങള്. എന്നാൽ മകന്റെ കല്യാണം വരുമ്പോ കനാനായ പെണ്ണ് തന്നെ വേണം. അതേത് ചുമര പിന്നെ ഇടിച്ചു കളഞ്ഞു. We need to see there are many people who still hold on to their own things. ഇപ്പൊ ഈ കൂട്ടായ്മയിലൊക്കെ അല്ലെങ്കിൽ മർമ്മത്തിന്റെ കൂട്ടായ്മയിലേക്ക് വന്നതിന് ശേഷം പലരും ഇപ്പോഴും അവരുടേതായിട്ടുള്ള മതിലുകളൊക്കെ ഒന്ന് ഉറപ്പിച്ച് അവരെപ്പോഴും കൂട്ടായ്മ വരുന്നത്. What the Bible says, every wall needs to be brought down. വേദപുസ്തകം പറയുന്നത് എല്ലാ മതിലും ഇടിച്ച് തകർക്കപ്പെടണം. Every wall, the wall of your education, the wall that you are a good man, the wall that I am better than everybody, every wall has to be broken down. ഞാനൊരു നല്ല വിദ്യാഭ്യാസമുള്ളവരാണെന്നുള്ളതായിട്ടുള്ള മതില്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവരാണെന്നുള്ള മതില്, ഞാൻ മലയാളിയാണെന്നുള്ള മതില്, ഞാൻ കന്നഡക്കാരനാണെന്നുള്ള മതില്, ഞാൻ കറുത്തവരാണെന്നുള്ള മതില്, ഈ മതിലുകളെല്ലാം ഇടിച്ച് തകർക്കപ്പെടണം. Every wall has to be broken down. ഈ വിധത്തിലുള്ള എല്ലാ മതിലുകളും ഇടിച്ച് തകർക്കപ്പെടണം. Today we have all kinds of fellowship. ഇന്ന് അനേക വിധത്തിലുള്ള കൂട്ടായ്മകളുണ്ട്. But we don't see the fellowship of the mystery today. മർമ്മത്തിന്റെ കൂട്ടായ്മയാണ് ഇത് കാണാനില്ല. You know one thing? നിങ്ങൾക്കറിയാമോ, In the natural, സ്വാഭാവികമായിട്ട് you know, all the doctors to flow together is easy. ഈ ഡോക്ടർമാർക്കെല്ലാം കൂടെ ഒരുമിച്ച് ഒഴുകാൻ തുടങ്ങുക. Doctors fellowship. Doctors Christian Evangelical fellowship. Doctors Evangelical fellowship. What brother Shaji? It's very easy for them to move together. അങ്ങനെയുള്ളതായിട്ട് ഓരോ ഗ്രൂപ്പിലും ഗ്രൂപ്പായിട്ട് ഒഴുകുക വളരെ എളുപ്പമാണ്. It is very easy. വളരെ എളുപ്പമാണ്. All are doctors. എല്ലാവരും ഡോക്ടേഴ്സ് ആണ്. There is no carpenter there. കാരണം അവിടെ ആശാരി ഇല്ലല്ലോ. There is no compounder there. അവിടെ കമ്പൗണ്ടറും ഇല്ലല്ലോ. All are intellectual people. എല്ലാം ബുദ്ധിമാന്മാരായ But മനുഷ്യർ. that is there in the world. ഇത് ലോകത്തിലും കാണുന്ന And I വ്യവസ്ഥയാണ്. want to tell you, ഞാനൊരു കാര്യം പറയാം. all these organizations are the enemies of this one body. Understand? ഈ ക്രിസ്തുവിന്റെ ഒരേ ശരീരം എന്നുള്ളതിന് ഘടക വിരുദ്ധമായ ശത്രുവാണ് ഇന്ന് ലോകത്തെ കാണുന്ന മുഴുവൻ സംഘടനകളും, ആത്മീയ സംഘടനകളും ക്രിസ്തീയ സംഘടനകളും. മനസ്സിലാവുന്നുണ്ടോ? മണി 2 മണിയാ. മനസ്സിലാക്കാൻ പ്രയാസം. ഞാൻ 9 മണി വരെ പറയാൻ തയ്യാറാ. Listen carefully. All these man-made organizations are not actually bringing down the wall, but they are raising up the wall more stronger in this. ഈ കാണുന്നതായിട്ടുള്ള ഈ സംഘടനകളെല്ലാം തന്നെ മതിലിനെ ഇടിച്ച് തകർക്കുകയല്ല ചെയ്യുന്നത്, കുറച്ചുകൂടെ ഉറപ്പിച്ചുറപ്പിച്ചത് പണിയുകയാണ് ചെയ്യുന്നത്. Evangelical graduates fellowship, isn't it? That means if I am not a graduate, I cannot be a part of it. So that is a wall. ഞാനൊരു വിദ്യാസമ്പന്നനല്ലെങ്കിൽ എനിക്ക് അങ്ങനെയുള്ള കൂട്ടായ്മ പോകാൻ പറ്റത്തില്ല. അതുകൊണ്ട് അതൊരു മതിലാണ്. മതിലല്ലേ? അല്ലെന്ന് പറഞ്ഞേ മതില. ആ മതിൽ ചാടണം പിന്നെ. But the Bible doesn't say that we have to jump over the wall. But the Bible says we have to bring down the wall. ഈ മതിൽ ചാടി കിടക്കണമെന്നല്ല പറയുന്നത്, മതിൽ ഇടിച്ച് തകർക്കണമെന്നല്ല പറയുന്നത്. ഐക്യ കൺവെൻഷൻ ആ സമയത്ത് എല്ലാവരും മതിൽ ചാടാം. When they will have the ecumenical convention, when they have the ecumenical convention, ഈ സംയുക്തമായിട്ടുള്ള കൺവെൻഷനുകൾ നടക്കുമ്പോൾ they all have their walls. എല്ലാവരുടെയും മതിൽ ഇടയ്ക്കുണ്ട്. എന്നിട്ട് അത് നമുക്ക് എല്ലാവർക്കും ഒന്നാമത് എങ്ങനെയാണെന്ന് അറിയാമോ? മതിൽ താഴെ കൊണ്ടിട്ടില്ല, എന്റെ മോളിൽ കൂടെ ചാടുക. കമ്മറ്റി ഉണ്ടാകാൻ. So we need to know there are all kinds of fellowships today going on, but there is no
fellowship of the mystery. എല്ലാവിധ കൂട്ടായ്മകളും ഇന്ന് ലോകത്തിൽ കാണുന്നു. പക്ഷേ Yeah. മർമ്മത്തിന്റെ കൂട്ടായ്മ മാത്രം ഇന്ന് ലോകത്തിൽ കാണുന്നതേ ഇല്ല. And therefore, tomorrow we are not going to put a board there, Fellowship of Mystery Limited, Bangalore. No, we are not going to do that. Okay, good. Yeah, praise the Lord. So we are not going to do that. നമ്മൾ ഒരിക്കലും അങ്ങനെ ചെയ്യാൻ That പോകുന്നില്ല. is not our calling. അതല്ല നമ്മളെ വിളി. But there is a true sign that we need to explicitly show to the people around that we are made one in Christ Jesus by our lives. നമ്മുടെ ജീവിതത്തിലൂടെ ക്രിസ്തുയേശുവിൽ നമ്മളെ ഒന്നാക്കി തീർത്തിരിക്കുന്ന ഒന്നായിരിക്കുന്നു എന്ന് Yeah. ലോകത്തിന് മുമ്പാകെ നമ്മുടെ ജീവിതത്തിലൂടെ വെളിപ്പെടുത്തി കൊടുക്കേണ്ടതായിട്ട് ഉണ്ട്. This is very, very essential for us to understand by the Spirit of God. ദൈവത്തിന്റെ ആത്മാവിനെ മനസ്സിലാക്കി എടുക്കേണ്ടത് വളരെ അത്യന്താപേക്ഷിതമായ ഒരു കാര്യമാണ്. Every wall has to be broken down. എല്ലാ മതിലുകളും തകർക്കപ്പെടണം. Are you willing for it? നിങ്ങൾ തയ്യാറാണോ? Praise the Lord. We have to bring down every wall. എല്ലാ മതിലുകളും തകർത്ത് തരിപ്പണമാക്കണം. Every wall of high thinking and low thinking, everything has to be broken down. എല്ലാ അപകർഷതാബോധവും എല്ലാ ഉത്കൃഷ്ടതാബോധവും ഇടിച്ച് തകർത്ത് കളയണം. Bible says വേദപുസ്തകം the പറയുന്നു, Lord is making a highway for the Lord. ദൈവത്തിന് വേണ്ടി ദൈവം ഒരു പെരുവഴി ഒരുക്കുന്നതാണ് പറയുന്നത്. And every valleys will have to be brought up, and every mountain has to be brought low. എല്ലാ താഴ്വരകളും നികക്കപ്പെടും, എല്ലാ മലകളും ഇടിച്ച് നിരപ്പാക്കപ്പെടും. That is how the highway is being made for the Lord. ദൈവത്തിന് വേണ്ടി അങ്ങനെയാണ് പെരുവഴി പണിയപ്പെടുന്നത്. So, beloved brothers and sisters, പ്രിയമുള്ള സഹോദര സഹോദരിമാരെ, I want to tell you one thing. ഒരു കാര്യം പറയട്ടെ. We need to know that we are called to be one man for God in this city, in this place. ഈ സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി ഒരൊറ്റ പുതു മനുഷ്യനായി തീരുവാൻ വേണ്ടിയാണ് കർത്താവ്. I was born to be thy dwelling place, a home for the presence of the Lord. So let my life now be separated unto thee, that I might be what I was born to be. I was born to be thy dwelling place, a home for the presence of the Lord. So let my life now be separated unto thee, that I might be what I was born to be. So let my life now be separated unto thee, that I might be what I was born to be.